എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബിഹേവിയർ എന്താണെന്നുള്ളതും വിവിധ തരം ബിഹേവിയർ ഉണ്ട് എന്നുള്ളതും പറഞ്ഞിരുന്നു. അതിൽ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞ മറ്റൊരു കാര്യം, ഇന്നേറ്റ് ഓർ ഹെബിറ്ററി ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ബിഹേവിയേഴ്സും ഡെവലപ്പ് ആകുന്നത് കുട്ടിയുടെ എക്സ്റ്റേണൽ എൻവയോൺമെന്റുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് നമ്മൾ പറഞ്ഞിരുന്നു. കുട്ടി തന്റെ എക്സ്റ്റേണൽ എൻവയോൺമെന്റുമായിട്ടുള്ള ഇന്ററാക്ഷനിൽ നിന്ന് ലേൺ ചെയ്യുന്നതാണ് ബാക്കി എല്ലാ ബിഹേവിയേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ ഈ ലേൺ അല്ലെങ്കിൽ ലേണിംഗ് എന്നുള്ള ഒരു ഫാക്ടറും ബിഹേവിയർ ഡെവലപ്പ് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ലേണിംഗ് എന്നുള്ളത് വളരെ ആധികാരികമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അതിനെ കോംപ്ലക്സ് ആക്കുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ലേണിങ്ങിനെ ഇങ്ങനെ മനസ്സിലാക്കാം. കുട്ടിക്ക് തന്റെ ചുറ്റുപാടും എന്നുള്ള സമ്പർക്കത്തിൽ നിന്ന് ലഭിക്കുന്ന എക്സ്പീരിയൻസസിനെ അല്ലെങ്കിൽ അനുഭവങ്ങളെ നമുക്ക് ലേണിംഗ് എന്ന് വിളിക്കാം. ഇറ്റ്സ് സിമ്പിൾ ആൻഡ് ക്ലിയർ അല്ലേ? വലിയ ഡെഫിനിഷനോ കാര്യങ്ങളോ ഒന്നിലേക്ക് നമ്മൾ പോകുന്നില്ല. ഒരു കുട്ടി തന്റെ ചുറ്റുപാടുമായിട്ട് ഇടപെടുമ്പോൾ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് കുട്ടിക്ക് കിട്ടുന്ന എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുന്നത്, അനുഭവങ്ങൾ, അതിനെ നമുക്ക് ലേണിംഗ് എന്ന് വിളിക്കാം. ഓക്കെ, സോ ഒരു കുട്ടിക്ക് ഒരേ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസസ് ആണോ കിട്ടുന്നത്? ഒരിക്കലും അല്ല. കുട്ടി ഡിഫറെന്റ് ആയിട്ടുള്ള ചുറ്റുപാടുകളുമായിട്ട് ഇടപെടുന്നുണ്ട്, ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പോൾ ഓരോ സമയത്തും ഓരോ സ്ഥലത്തു നിന്നും കുട്ടിക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആണ് ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ലേണിംഗ് നടക്കുന്നുണ്ട്. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബിഹേവിയേഴ്സും അവിടെ ഡെവലപ്പ് ആകും. ഓക്കെ, അപ്പൊ നമുക്ക് ബിഹേവിയർ മാത്രമായിട്ട് എടുത്ത് ചർച്ച ചെയ്ത് പോകാനായിട്ട് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത് പോകാനായിട്ട് പറ്റൂല. നമ്മൾ ഈ പറഞ്ഞ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലേണിംഗ് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ലേണിംഗിന്റെ ഭാഗമായിട്ട് കുട്ടിയിൽ ഡെവലപ്പ് ആകുന്ന ബിഹേവിയർ എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെ മനസ്സിലാക്കി പോയാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ബിഹേവിയർ ഐഡന്റിഫൈ ചെയ്യാനും അൺഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയറിന് നമുക്ക് ബിഹേവിയർ മോഡിഫിക്കേഷൻ ടെക്നിക്സ് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള ഒരു കൈൻഡ് ഓഫ് ലേണിംഗ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ പേരാണ് റെസ്പോണ്ടന്റ് ലേണിംഗ് അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നും പറയുന്നത്. നിങ്ങൾ പൊതുവെ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ടേം ആയിരിക്കും ഇത് അല്ലെ? റെസ്പോണ്ടന്റ് ലേണിംഗ് അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്. എഗെയിൻ നമുക്കിത് നമ്മളുടെ റിയൽ ലൈഫ് എന്നുള്ള ഉദാഹരണങ്ങൾ എടുത്ത് തന്നെ ഇത് എന്ത് കൈൻഡ് ഓഫ് ലേണിംഗ് ആണ്, ഇതിന്റെ ഭാഗമായിട്ട് എന്ത് കൈൻഡ് ഓഫ് ബിഹേവിയർ ആണ് കുട്ടികൾ ഡെവലപ്പ് ആകുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഉദാഹരണത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ കുട്ടി സ്കൂളിൽ എല്ലാ പ്രോഗ്രാംസിനും പങ്കെടുക്കുന്ന ഒരു കുട്ടി തന്നെയായിരിക്കും. ആനുവൽ ഡേ സെലിബ്രേഷൻ ആയാലും ക്രിസ്മസ് സെലിബ്രേഷൻ, ഓണം സെലിബ്രേഷൻ, യൂത്ത് ഫെസ്റ്റിവൽസ്, ഇതിലെല്ലാം കുട്ടി വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്തുകൊണ്ടിരുന്ന കുട്ടിയാണ്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം കുട്ടി ഈ പ്രോഗ്രാംസിലൊന്നും പങ്കെടുക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കെ യൂത്ത് ഫെസ്റ്റിവൽ വന്നു. അപ്പൊ കുട്ടി ഒന്നിനും പേര് കൊടുത്തിട്ടില്ല, ഒരു ഐറ്റത്തിനും പേര് കൊടുത്തിട്ടില്ല. അപ്പൊ ഇത് കണ്ടിട്ട് പെട്ടെന്ന് ക്ലാസ് ടീച്ചർ ശ്രദ്ധിച്ചിട്ട് പാരന്റിനെ വിളിച്ചു പറയുന്നു, എന്ത് പറ്റി, നേരത്തെ എല്ലാ പ്രോഗ്രാമിനും നല്ല പങ്കെടുത്തിരുന്ന ആളല്ലേ, ആക്റ്റീവായിട്ട് ഇരുന്ന ആളല്ലേ, എന്ത് പറ്റി, മോനോട് അല്ലെങ്കിൽ മോളോട് ഏതെങ്കിലും ഐറ്റത്തിന്റെ പേര് നൽകാനായിട്ട് പറയൂ, അങ്ങനെ വിടല്ലേ, ഇങ്ങനെ അങ്ങനെയൊക്കെ ടീച്ചർ വിളിച്ച് പാരന്റിനോട് സംസാരിക്കുന്നു. പാരന്റ് ഇത് കുട്ടിയോട് പറയുന്നു, മോളെ ഇങ്ങനെ ചേരൂ, ഇതിന് ചെയ്തതെങ്കിലും പേര് കൊടുക്കൂ, നീ പങ്കെടുക്കൂ എന്നൊക്കെ പറയുന്നു. അപ്പോഴത്തേക്ക് കുട്ടിക്ക് അത് ബുദ്ധിമുട്ടായിട്ട് കുട്ടി ചിലപ്പോൾ കരയുന്നു, അല്ലെങ്കിൽ കുട്ടി ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഇനി പേര് കൊടുക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് സ്കൂളിൽ പോകാതിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് കുട്ടി കാണിക്കുന്ന ഒരു കൈൻഡ് ഓഫ് അൺപ്ലസന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് അൺഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആണല്ലോ. ഈ ബിഹേവിയർ എവിടെ നിന്ന് വന്നതാകും, എന്ത് കൈൻഡ് ഓഫ് ലേണിംഗിൽ നിന്ന് വന്നതാകും, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒരു ദിവസം കുട്ടി ഇതുപോലെ സ്കൂളിൽ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാനായി പാട്ടൊക്കെ പഠിച്ച് നന്നായിട്ട് പോയി. സ്റ്റേജിൽ കയറി നിന്ന് കഴിഞ്ഞപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി പെട്ടെന്ന് പാട്ടിന്റെ വരികൾ കുട്ടി മറന്നുപോയി. അപ്പൊ അത്രയും ഓഡിയൻസിന്റെ മുന്നിൽ പെട്ടെന്ന് പാടാൻ പോയ പാട്ടിന്റെ വരികൾ മറന്നു പോയപ്പം കുട്ടിക്ക് അതൊരു കുറച്ച് ടെറിബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുട്ടി നന്നായിട്ട് ഭയന്നു.
അപ്പൊ ആ സമയത്ത് കുട്ടിക്ക് കിട്ടിയ ആ നെഗറ്റീവ് എക്സ്പീരിയൻസിനെ, ആ ഭയത്തെ കുട്ടി സ്റ്റേജുമായിട്ടാണ് അവിടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പിന്നീട് അതായത് ലേറ്റർ കുട്ടിക്ക് സ്റ്റേജ് ഫിയർ ആണ് ഇവിടെ ഉണ്ടായത്. പിന്നീട് ഒരു സ്റ്റേജിൽ എന്തെങ്കിലും ഒരു പെർഫോം ചെയ്യുന്ന കാര്യം ആലോചിക്കുമ്പോഴത്തേക്കും കുട്ടിക്ക് ഭയങ്കര ടെൻഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി വരും. അതിന്റെ ഭാഗമായിട്ട് കുട്ടി പിന്നെ ഒന്നിലും പങ്കെടുക്കുന്നില്ല. ഓക്കെ, ഇതൊരു കൈൻഡ് ഓഫ് റെസ്പോണ്ടന്റ് അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്. റെസ്പോണ്ടന്റ് ലേണിംഗ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. ഇപ്പൊ നമ്മൾ ഒരു പ്രോഗ്രാമിന് ഒരു പാട്ട് പഠിച്ചുകൊണ്ട് പോകുന്നതും അതിന്റെ വരികൾ മറന്നു പോകുന്നതും വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒന്നാണ്. അല്ലാതെ നമ്മളാരും ലേൺ ചെയ്തിട്ട് പോകുന്നതല്ല. ഓക്കെ, ഞാൻ ഇന്ന് അവിടെ പോയിട്ട് പാട്ടിന്റെ വരികൾ മറന്നു പോകും എന്ന് നമ്മൾ പറഞ്ഞു പഠിച്ചോണ്ടോ ലേൺ ചെയ്തോണ്ടോ പോയിട്ട് സംഭവിക്കുന്ന ഒന്നല്ല. വളരെ നാച്ചുറലി, വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന ഒരു സംഗതി മാത്രമാണിത്. പക്ഷേ അങ്ങനെ ഒരു സംഭവം നടന്നപ്പം ആ സമയത്ത് കുട്ടി ലേൺ ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് കുട്ടിക്ക് കിട്ടിയൊരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണ്. കുട്ടി പേടിച്ചിട്ടുണ്ടാകാം. ചിലപ്പം കുട്ടിക്ക് ഒരു നാണക്കേടോ ചമ്മലോ സംതിങ് കുറെ നെഗറ്റീവ് ഇമോഷൻസ് കുട്ടിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകാം. അപ്പൊ ആ നെഗറ്റീവ് എക്സ്പീരിയൻസിനെ കുട്ടി ആ സ്റ്റേജുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് പിന്നീട് അത് സ്റ്റേജ് ഫിയറിലേക്ക് മാറുകയും അങ്ങനെയാണ് കുട്ടി ഒന്നിലും പങ്കെടുക്കാത്ത രീതിയിലൊരു ബിഹേവിയർ കുട്ടിയിൽ ഡെവലപ്പ് ആയത്. ഓക്കെ, ഇനി മറ്റൊരു ഉദാഹരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നമ്മൾ കാലാകാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഉദാഹരണമാണ്. കുട്ടിക്ക് മാത്സ് ഇഷ്ടമല്ല. ഇവിടെ ഈ പറയുന്ന ഉദാഹരണത്തിൽ മാത്സ് ടീച്ചർ വളരെ പാവം പിടിച്ച് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടീച്ചറാണ് കേട്ടോ. പക്ഷെ കുട്ടിക്ക് മാത്സ് ഇഷ്ടമല്ല, വളരെയധികം ബുദ്ധിമുട്ടാണ്. എത്ര പറഞ്ഞു കൊടുത്താലും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല, പ്രോബ്ലംസ് ഒന്നും കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ കുട്ടിക്ക് ഈ സബ്ജക്റ്റിനോടുള്ള ഒരു ബുദ്ധിമുട്ടും ഒരു ഇഷ്ടക്കേടും കുട്ടി അത് പഠിപ്പിക്കുന്ന ടീച്ചറിനോട് അസോസിയേറ്റ് ചെയ്ത ടീച്ചർ എത്ര ഫ്രണ്ട്ലിയാണ് എത്ര പാവം പറഞ്ഞാലും കുട്ടിക്ക് ടീച്ചറിനെ ഇഷ്ടമല്ല. ഓക്കെ, ടീച്ചറിന്റെ പേര് പറയുമ്പോഴോ ടീച്ചറിന്റെ കാര്യം ആരുടെയും പറയുമ്പോഴോ കുട്ടി ഭയങ്കര നെഗറ്റീവായിട്ട് സംസാരിക്കും. അപ്പൊ ഈ ഒരു ബിഹേവിയറും ഒരു കൈൻഡ് ഓഫ് റെസ്പോണ്ടന്റ് ബിഹേവിയർ ആണ്. റെസ്പോണ്ടന്റ് ലേണിംഗ് വഴി ഉണ്ടായിട്ടുള്ള ഒരു റെസ്പോണ്ടന്റ് ബിഹേവിയർ ആണ്. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊതുവെ കിച്ചണിൽ ഏപ്രിൽ ഇട്ടുകൊണ്ട് കുക്ക് ചെയ്യുന്ന ഒരു പേരന്റ് അല്ല. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് മാത്രമേ നിങ്ങൾ ഏപ്രിൽ ധരിക്കാറുള്ളൂ. അപ്പൊ കുട്ടി ഇത് കാണുന്നതാണ്. ഓക്കെ, അമ്മ ഏപ്രിൽ ധരിച്ചു എന്ന്. അപ്പൊ അമ്മ കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. കുട്ടിക്ക് അറിയാം, കാരണം നിങ്ങൾ അല്ലാതെ ഒന്നും കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഏപ്രിൽ ധരിക്കാറില്ല. അപ്പൊ ഏപ്രിൽ ധരിക്കുമ്പോൾ അമ്മ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് കുട്ടിക്ക് അറിയാം. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ നിങ്ങൾ ഏപ്രിലൊക്കെ ധരിച്ച് കിച്ചണിലോട്ട് കയറി. പക്ഷെ നിങ്ങൾ അന്ന് കേക്ക് അല്ല ബേക്ക് ചെയ്തത്, നിങ്ങൾ വേറെ എന്തോ ആണ് കുക്ക് ചെയ്തത്. പക്ഷെ കുട്ടി എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്, ഓക്കെ അമ്മ ഏപ്രിൽ ധരിച്ച് കിച്ചണിൽ കയറിയിട്ടുണ്ട്, ഷീസ് ബേക്കിംഗ് എന്നുള്ളത് കുട്ടി ഇങ്ങനെ ധരിച്ചു വെച്ചിരിക്കുകയാണ്, എക്സ്പെക്ട് ചെയ്യാണ്. അപ്പൊ നെക്സ്റ്റ് ഡേ കുട്ടി അമ്മ കേക്ക് എവിടെ എന്ന് ചോദിക്കുമ്പോ അമ്മ പറയുന്നു, അയ്യോ മോനെ അമ്മ കേക്ക് ഉണ്ടാക്കിയില്ലല്ലോ. അപ്പോഴത്തേക്ക് അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു റിപ്ലൈ ആയതുകൊണ്ട് തന്നെ കുട്ടി വളരെയധികം പ്രതീക്ഷിച്ചിരുന്ന ഒരു സംഗതിയാണ്. ഒരു പക്ഷേ ചിലപ്പോൾ കുട്ടിക്ക് വളരെ സങ്കടം വന്നിട്ടുണ്ടാകാം, ദേഷ്യം വന്നിട്ടുണ്ടാകാം. ഓക്കെ, കുട്ടി എന്തെങ്കിലും ഒരു ബിഹേവിയർ അവിടെ എക്സ്പ്രസ് ചെയ്തെന്നിരിക്കാം, കാണിച്ചെന്നിരിക്കാം. ഓക്കെ, അപ്പൊ ഇതും ആ ഒരു ബിഹേവിയറും ഒരു റെസ്പോണ്ടന്റ് ബിഹേവിയർ ആണ്, ഒരു റെസ്പോണ്ടന്റ് ലേണിംഗിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്. സോ റെസ്പോണ്ടന്റ് ലേണിംഗ് അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് അതിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ആകുന്ന കണ്ടീഷൻഡ് ബിഹേവിയർ അല്ലെങ്കിൽ റെസ്പോണ്ടന്റ് ബിഹേവിയർ എന്താണെന്നുള്ളത് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഒട്ടുമിക്ക ഒരു നിരവധി ബിഹേവിയേഴ്സും കുട്ടികളുടെ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു റെസ്പോണ്ടന്റ് ലേണിംഗിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്ത ബിഹേവിയേഴ്സ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ബിഹേവിയറിന്റെ നേച്ചർ അറിഞ്ഞിരിക്കുക എന്നുള്ളത് നമ്മൾ ബിഹേവിയർ മോഡിഫിക്കേഷൻ ടെക്നിക്സിലേക്ക് കടക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ അതിനെ മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ മറ്റൊരു കൈൻഡ് ഓഫ് ലേണിങ്ങും അതിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ആകുന്ന ഒരു ബിഹേവിയറും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഈ ഒരു റെസ്പോണ്ടന്റ് ലേണിങ്ങിന്റെ വളരെ കോമൺ ആയിട്ട് മുതിർന്നവർക്കും എല്ലാവർക്കും വളരെ കോമൺ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഉദാഹരണം
ഞാനൊരു ഷോർട്സിൽ അത് ഉൾപ്പെടുത്താം, അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ആൻഡ് മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ ആളുകളാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. എങ്കിൽ മാത്രമേ കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ, പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുക. ടേക്ക് കെയർ. താങ്ക് യു.